ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഫോണിലെ സ്റ്റോറേജ് ഫുള്ളാവുക എന്നുള്ളത്. പക്ഷെ പലരും മനസ്സിലാക്കാത്ത കാര്യം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം GB കണക്കിന് ഡാറ്റ അല്ലെങ്കിൽ GB കണക്കിന് സ്റ്റോറേജ് നമുക്ക് ലാഭിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള 5 കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, 5 കാര്യങ്ങളാണ്. അത് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങളൊന്ന് നോക്കി നോക്കുക, നല്ല രീതിയിൽ GB നിങ്ങൾക്ക് സ്റ്റോറേജ് നിങ്ങൾക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള കാര്യം പറഞ്ഞു തന്നതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ബട്ടൺ, തുടർന്ന് ലൈക്ക് ബട്ടണും ഈ ഇൻഫർമേഷൻസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കറിയാം, നമ്മുടെ മൊബൈലിൽ അനവധി ഡാറ്റകൾ പല സ്ഥലത്തും ഉണ്ടാവും. ഇതെല്ലാം കൂടി ഫുള്ളായി കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ അനങ്ങാത്തൊരവസ്ഥ വരും. അതിലുള്ള പ്രധാനപ്പെട്ട 5 സെറ്റിങ്സുകൾ ഞാൻ പറഞ്ഞിരുന്നത്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മുടെ ഫോണിൻ്റെ ഗാലറി നോക്കിയാൽ തന്നെ കാണാം, ഇഷ്ടം പോലെ ഫോട്ടോസ് ഉണ്ടാവും നമുക്ക് നമ്മുടെ ഫോണിൽ. വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള ഇഷ്ടംപടി ഫോട്ടോസ്. അതിൽ പ്രധാനമായിട്ടും നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ക്ലാരിറ്റി ഉള്ളതോ ഇല്ലാത്തതായിട്ട് ബ്ലറായി കിടക്കുന്നത് കണ്ടില്ലേ, ബ്ലറായി കിടക്കുന്ന ഫോട്ടോസൊക്കെ നമ്മുടെ സ്റ്റോറേജിൽ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ഫോട്ടോസൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുവഴി നമുക്ക് GB കണക്കിന് ഡാറ്റ ലാഭിക്കാൻ വേണ്ടി സാധിക്കും. സ്റ്റോറേജ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനും സാധിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ റീസെൻ്റ്ലി ഡിലീറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഇവിടെ നിന്ന് മേലെ നിന്ന് ഡിലീറ്റ് ചെയ്താൽ പോലും നമ്മൾ ഏറ്റവും താഴെയായിട്ട് റീസെൻ്റ്ലി ഡിലീറ്റഡ്, അതായത് റീസൈക്കിൾ ബില്ലിൽ പോയി കിടക്കുന്നുണ്ട്. അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ പോയിട്ടും കൂടി മേലെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം ഡിലീറ്റ് ഓൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. ചില ഫോണിലാണെങ്കിൽ സെലക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാലേ ഡിലീറ്റ് ഓൾ വരുള്ളൂ. ഇവിടെ പെർമനന്റ്ലി ഡിലീറ്റ് 142 ഐറ്റംസ് പറയുന്നുണ്ട്, അത് ഡിലീറ്റ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് കാര്യം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, എങ്കിൽ മാത്രമേ ഇത് ഫുള്ളായിട്ട് നമുക്ക് വർക്ക് ആവുള്ളൂ. ഇനി ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മാക്സിമം നല്ലൊരു GB തന്നെ നമുക്ക് ലാഭിക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഇതൊന്നും നിങ്ങൾ ചെയ്തു നോക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് നമ്മുടെ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് ആ ഒരു പ്രൊഫൈൽ ഐക്കൺ കാണുന്നില്ലേ, പ്രൊഫൈൽ ഐക്കൺ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം സെറ്റിംഗ്സ് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. സെറ്റിംഗ്സ്, ആ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ജനറൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഏറ്റവും ടോപ്പിലൊക്കെ തന്നെ ജനറൽ. ആ ജനറൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം ഓട്ടോമാറ്റിക്കലി ആർക്കൈവ് ആപ്സ് കാണിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി ആർക്കൈവ് ആപ്സ് ഉണ്ട്. അതൊന്ന് ഓൺ ചെയ്ത് വെക്കുക. അതായത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്പുകളൊന്നും നമ്മൾ പകുതിയും നമ്മൾ ഉപയോഗിക്കാറില്ല. പക്ഷേ അപ്പോൾ അങ്ങനെയുള്ള ആപ്പുകളെ ഇത് ഓട്ടോമാറ്റിക്കലി ആർക്കൈവിലേക്ക് മാറ്റി വെക്കുന്നതുകൊണ്ട് നല്ലൊരു ശതമാനം നമുക്ക് സ്റ്റോറേജ് ലാഭിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതും നിങ്ങളൊന്ന് ചെയ്തു വെക്കാം. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് നമ്മൾ വാട്സപ്പാണ്. വാട്സപ്പ് വളരെയധികം ഇതേപോലെ സ്റ്റോറേജ് ഫുള്ളാക്കുന്നുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടത്, വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ 3 ഡോട്ട്സ് കാണുന്നുണ്ട്. അതിൽ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ മനസ്സിലാവുള്ളൂ. അതിനുശേഷം ചാറ്റ്സ് ക്ലിക്ക് ചെയ്യുക. ചാറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം മീഡിയ വിസിബിലിറ്റി ഇതിൽ ഓൺ ആണ്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഷോ ന്യൂലി ഡൗൺലോഡഡ് മീഡിയ ഇൻ യുവർ ഡിവൈസ് ഗാലറി. അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ കാണുന്ന സമയത്തും ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒക്കെ നേരെ പോയി നിൽക്കുന്നത് എവിടെയാണ്, നമ്മുടെ ഗാലറി. അത് അനാവശ്യമായിട്ട് ഗാലറി ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രം ഡൗൺലോഡ് ഓപ്ഷൻ കൊടുക്കുന്നതാണ് നല്ലത്. ഇനി അവസാനമായിട്ട് നമുക്ക് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ സെറ്റിംഗ്സിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മാനേജ് സ്റ്റോറേജ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ചാറ്റ്സ് ആൻഡ് ചാനൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓരോ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന ഫോട്ടോകൾ, വീഡിയോകൾ, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാം. അനാവശ്യമായിട്ട് അതവിടെ എങ്ങനെ സ്റ്റോറായി കിടക്കുക ചെയ്യുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സെലക്ട് ഓൾ കൊടുത്തിട്ട് മൊത്തമായിട്ട് സെലക്ട് ചെയ്യുക. വേണ്ടതാണെങ്കിൽ ഒന്ന് ആ ടിക്കൊന്ന് ഒഴിവാക്കി കൊടുത്താൽ മതി. വേണ്ടാത്തതൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. ഇവിടെ ഏകദേശം നല്ലൊരു ശതമാനം നമുക്ക് GB സ്റ്റോറേജ് ലാഭിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഡിലീറ്റ് കൊടുക്കുക. ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ആ ഗ്രൂപ്പിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ ഫയലുകളും ഡിലീറ്റ് ആയി പോവുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു സ്റ്റോറേജ് തന്നെ ലാഭിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് ഏകദേശം ഒരു പകുതിയോളം, ഒരു 1 GB പകുതി നമുക്ക് ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇതേപോലെ അടുത്ത ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് വന്നിരിക്കുന്ന മെസ്സേജ് ഓപ്പൺ ചെയ്ത് അതും ഡിലീറ്റ് ചെയ്യുക. ഇങ്ങനെ ഈ 5 കാര്യങ്ങൾ ഉടൻ ചെയ്ത് നോക്കുക. ഇനി മുതൽ നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ 5 കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. എത്രത്തോളം GB നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റി എന്നുള്ളതും നിങ്ങൾ കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ഞാൻ ചെയ്തു നോക്കുന്ന കാര്യം തന്നെയാണ്. നമുക്ക് മാക്സിമം GB നമുക്കിതിൽ ലാഭിക്കാൻ പറ്റും. ഇതുപോലുള്ള വളരെ ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസാണ് എല്ലാ ദിവസവും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ബട്ടൺ, തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിനും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്.
ഇനിയും ഇതുപോലുള്ള ഹൈലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.